കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെപ്പറ്റി സംസാരിക്കുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മൾ ചില കാലഘട്ടങ്ങളിൽ സഭ വചനത്തിൻ്റെ ആ ഒരു ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുകയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകമായ ശ്രദ്ധ നൽകാതിരിക്കുകയോ ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊക്കെ ജഡത ബാധിക്കാനിടയായിത്തീരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ആ ഒരു ശുശ്രൂഷകളുടെയൊക്കെ ചൈതന്യം നഷ്ടപ്പെടാനിടയായിത്തീരുന്നു. നമ്മുടെ സാക്ഷ്യം കുറേയൊക്കെ നഷ്ടപ്പെടാനിടയായിത്തീരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സ്വർഗം ഇടപെട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ നവീകരണം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അത്ഭുതകരമായ ഇടപെടലിൻ്റെ ആ ഒരു അടയാളങ്ങൾ, അതിൻ്റെ സൽഫലങ്ങൾ നാമൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്താണ്? യഥാർത്ഥത്തിൽ ഈ സഭ ഔദ്യോഗികമായി ഈ ശുശ്രൂഷകളെ ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിയുന്നതോടെ യഥാർത്ഥത്തിൽ സഭ മുഴുവനും നവീകൃതമാവുകയും ഈ നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്ന ആ ലക്ഷ്യങ്ങൾ സഭ ഏറ്റെടുത്ത് നിറവേറ്റുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ അതിന് ഒരു പ്രസക്തിയില്ലാതെ വരികയാണ്. അത് വളരെ സ്വാഭാവികമാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓരോ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്ന ഓരോ വഴികളാണ്. മോൺഫോർട്ട് പ്രത്യേകിച്ച് നമ്മളോട് എടുത്ത് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പരിശുദ്ധ അമ്മ എന്ന ആ ഒരു മാർഗത്തിലൂടെയാണ്, ആ ഒരു പാത്രത്തിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ ആഗമനം, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ ആകണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാലാകാലങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇടപെടുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പ്രത്യേകത, അമ്മ സഭ പണിയുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഇപ്പോൾ 33.5 വർഷം ജീവിച്ചിരുന്ന രക്ഷണീയ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ യേശുക്രിസ്തു തൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഈ സഭയിലൂടെ ജീവിക്കുന്നു, തൻ്റെ ശരീരമായ സഭയിലൂടെ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ആ അമ്മ 33.5 വർഷം ജീവിച്ചിരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, ഈ സഭയുടെയും അമ്മയാണ് എന്ന്. അതാണ് കുരിശിൽ വെച്ച് തന്നെ രക്ഷകനായ യേശുക്രിസ്തു യോഹന്നാനിലൂടെ ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവ പൈതലിനും വേണ്ടി പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ട് വെളിപ്പെടുത്തിയത്. അതാണ് അമ്മ സ്വർഗം ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം എൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റും. അതാണ് നമ്മയും ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ സ്വർഗം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഈ അമ്മയായി സ്വീകരിക്കാൻ. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ എല്ലാവരെയും മക്കളായി നൽകി. അമ്മ അതിൽ വിശ്വസ്തത പുലർത്തി. അന്നു മുതൽ ഇന്നുവരെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം അമ്മയായി, സർവ്വജനപദങ്ങളുടെയും അമ്മയായി തൻ്റെ ഉത്തരവാദിത്വം, ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അന്ന് യോഹന്നാൻ സ്വർഗത്തിൻ്റെ ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് യോഹന്നാൻ യേശുക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയെയും സ്വീകരിച്ചുകൊണ്ട് പോയി സ്വന്തം ഭവനത്തിലേക്ക് പോയി എന്ന് വായിക്കുന്നു. പിന്നീട് പരിശുദ്ധ അമ്മയുടെ മരണം വരെയും യോഹന്നാൻ അമ്മയോടൊപ്പമായിരുന്നു, അമ്മയോടൊപ്പമാണ് പാർത്തിരുന്നത്. അതിനുശേഷമാണ് യോഹന്നാൻ മറ്റ് പ്രദേശങ്ങളിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയത്. യോഹന്നാൻ ആ ദൗത്യം നിറവേറ്റി. ആ ഒരു പ്രത്യേകതകളൊക്കെ യോഹന്നാനിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും നമുക്ക്. പരിശുദ്ധ അമ്മ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിക്കുന്നുണ്ടോ?
ഞാൻ മാറിവാനസ് കോളേജിൽ ഹോസ്റ്റൽ വാർഡനായിരിക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ ഒരു മകൻ അവിടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഹോസ്റ്റലിലാക്കിയിട്ട് ആ മാതാപിതാക്കൾ പോയി. അവർ യഥാർത്ഥത്തിൽ എന്താണ്, സുരക്ഷിതമായ ഒരിടത്താണ് കൊണ്ടാക്കിയത്. അവൻ കോളേജിൽ എത്തുന്നതിന് മുമ്പ് സ്കൂളിലും ഹോസ്റ്റലുകളിൽ തന്നെയായിരുന്നു. അമ്മ ഈ മകനെ സുരക്ഷിതമായ ഇടങ്ങളിലാണ് ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷേ ഈ മകന് അമ്മ അനുഭവം ഉണ്ടായില്ല. അമ്മയെപ്പറ്റിയുള്ള നമ്മുടെ ഓർമ്മകൾ നമ്മളിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മയുടെ ഉദരം മുതലേ നമ്മുടെ അമ്മമാർ നമ്മെ അറിഞ്ഞു തുടങ്ങും. മുഖം സ്വപ്നത്തിൽ എന്താണ്, ഭാവനയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ആദ്യം ഈ കുഞ്ഞിൻ്റെ മുഖം കാണുന്നത് അമ്മയാണ്. ഈ അമ്മയും മകനെ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയുക സാധ്യമല്ല. ഒരുപക്ഷെ ഈ മകൻ അമ്മയുടെ മടിത്തട്ട് വിട്ട് കരവലയം വിട്ട് വിദൂരങ്ങളിലോ വിദേശങ്ങളിലോ പോയാലും അമ്മയുടെ മനസ്സിൽ ഈ മകൻ ജീവിക്കുന്നുണ്ട്. അമ്മ കണ്ണുനീര് ഈ മകന് വേണ്ടി വീഴ്ത്തുന്നുണ്ട്. ദൈവസന്നിധിയിൽ തിരികത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ മകനോ മകൾക്കോ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ഈ അവധിക്ക് വല്ലപ്പോഴും വന്ന് ഈ മകനെ കൂട്ടിക്കൊണ്ടുപോവുകയും അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഈ പ്രായമായി വന്നപ്പോഴെന്താണ്, അമ്മ എന്നൊരു വികാരം അവനില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഇവനോട് പറഞ്ഞത്, നിന്നെ കാണാൻ അമ്മ വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കാണണ്ട. അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായത്. അമ്മ പറഞ്ഞു, ഇവന് വേണ്ടിയാണ് ഞാനവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അവന് ആവശ്യമുള്ള പണം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഓർത്തോർത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴെന്താണ്, നമുക്ക് എൻ്റെ മനസ്സിൽ ആദ്യമുള്ളത് ഓർമ്മയുള്ളത്, അമ്മ ഈ ചോറ് പലതരത്തിലുള്ള കറികൾക്ക് ചേർത്ത് ഇങ്ങനെ പല ഉരുളകളായി ഉരുട്ടി വെച്ച് ഓരോന്നെടുത്ത് ഇങ്ങനെ വായിൽ ഇട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് അതീവ ഹൃദ്യമായൊരു ഓർമ്മയാണ്. അതുപോലെ ഈ അമ്മ നമ്മളെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയതും അവിടെ പോയി മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ നിർത്തിയതും അങ്ങനെയുള്ള ആ ഓർമ്മകളൊക്കെ ഉണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമയിലെത്തിയപ്പോൾ ഈ ലോകത്തോട് മുഴുവനും പറഞ്ഞു, നമുക്കൊരമ്മയുണ്ട്, നമുക്കൊരമ്മയുണ്ട്, നാം ആരും അനാഥരല്ല. അനാഥത്വം എന്ന് പറയുന്നത് വല്ലാത്ത ഒരവസ്ഥയാണ്. എന്നെ ആർക്കും വേണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരമ്മയില്ല നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ അമ്മ നമ്മളോടൊപ്പമുണ്ട്. അമ്മ സ്വർഗം ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിരിക്കാൻ, അമ്മയായി അഭിനയിക്കാനല്ല, കണ്ടുമുട്ടുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യാനോ നമുക്ക് സമ്മാനങ്ങൾ നൽകാനോ അല്ല. നമ്മെ സ്നേഹിച്ച് 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 നമ്മെ പിന്തുടർന്ന് നമ്മെ അനുഗ്രഹിച്ച് സ്വർഗത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് മെത്രാന്മാരോ മാർപ്പാപ്പമാരോ ഒക്കെ ആണെങ്കിൽ എന്താണ്, അവരെല്ലാവരും ഔപചാരികത്വം പുലർത്തും. മാർപ്പാപ്പയ്ക്ക് അങ്ങനെയില്ല. നമ്മൾ വിചാരിക്കും അതേം പറയുമല്ലോ, നമ്മളെ ഈ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ ആ യൗസേപ്പ് പിതാവിൻ്റെ ആ രൂപത്തിന് അടിയിലെടുത്ത് വെച്ചേക്കും. കൊച്ചുകുട്ടികൾ സ്വീകരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ മനസ്സല്ലേ അത്. വാദം ഈ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇതാണ്, അമ്മയോടൊന്നും പറയത്തില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അതാണ്, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാനിന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മ എന്നെ ശരിക്കൊന്ന് കാണട്ടെ. ഇതാണ് ആ ഒരു കാഴ്ച. നമ്മുടെ അമ്മമാർക്ക് ഒരൊറ്റ നോട്ടത്തിൽ പറയും, കൊച്ചെ എന്തോ പറ്റിയടാ, നിനക്കെന്താടാ ഒരു ഉന്മേഷമില്ലാതെ. ചില അമ്മമാർക്കുണ്ട്. എന്നോട് എനിക്ക് അനുഭവമുണ്ട്. എന്തെങ്കിലും നമുക്കൊരു അസുഖം ഉണ്ടായാൽ അമ്മ പിറ്റേ ദിവസം രാവിലെ വിളിച്ച് ചോദിക്കും, അവനെ എന്താ പറ്റി, ഇന്നലെ എനിക്ക് ഉറക്കം വേണ്ടി, ഞാൻ സ്വപ്നം കണ്ടു, എന്താ പറ്റിയത്. ആ ഒരു അമ്മ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ബന്ധം
പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുണ്ട്. പക്ഷേ നമുക്ക് രുചിക്കുന്ന ഒരു സാധനം, തേന് അല്ലെങ്കിൽ പായസം, രുചിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പാത്രത്തിൽ കൊണ്ട് വെച്ചതുകൊണ്ട് ഒരു കാര്യമുണ്ടോ? ഇല്ല. ഇത് രുചിക്കുന്ന സാധനം, അത് മധുരമുള്ള സാധനമാണ്. അത് അനുഭവിക്കുമ്പോഴാണ്. അപ്പോൾ അമ്മ എനിക്കുണ്ട് എന്നുള്ള ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടുകയില്ല. എങ്കിൽ ആരെങ്കിലും പറയുമോ എനിക്കാരുമില്ല? നമ്മുടെ ആവലാതി അതാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. അത് വല്ലാത്തൊരു വ്യഥയാണ്, വല്ലാത്തൊരു നൊമ്പരമാണ്. എന്നെ എൻ്റെ ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞല്ലോ. അതാ. എന്നാൽ മറക്കാത്ത ഒരാളുണ്ട്, അതാണ് പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട്. എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന മുഹൂർത്തങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സാമീപ്യവും ഉണ്ടായ അനുഭവങ്ങൾ എനിക്കല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു അനുഭവം നാം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ ഒരു അനുഭവം നമ്മിൽ മൗലികമായ മാറ്റം ഉണ്ടാക്കണം. അതാണ് വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത്. ഒരു മൗലിക ബന്ധമാണ് എന്ന് പറയുന്നത്. അമ്മയോടുള്ള ഒരു ബന്ധം ഒരു മൗലികമായ ഒരു ബന്ധമായി മാറുമ്പോൾ, ഒരു ബന്ധം മൗലിക ബന്ധമായി തീരുന്നത് ആരോടുള്ള ബന്ധമാണോ എൻ്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റമുണ്ടാക്കുന്നത്, ആ ബന്ധമാണ് മൗലികമായ ബന്ധം. അപ്പോൾ പരിശുദ്ധ അമ്മയോട് എനിക്ക് ഒരു മൗലികമായൊരു ബന്ധമുണ്ടാവുക എന്നുള്ളതാണ്. യോഹന്നാൻ ശ്ലീഹായിൽ ഈ മാറ്റമുണ്ടായി. യോഹന്നാൻ മറ്റ് ശിഷ്യന്മാരെ എപ്പോഴും തന്നെയാണ് സാധാരണ ഒരു ശിഷ്യനായിരുന്നു. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ, ലൂക്കോസിന് സുവിശേഷത്തിലും നാം പ്രത്യേകം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സ്വഭാവം ഇത്രമാത്രം രൂപാന്തരപ്പെട്ടത് പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അമ്മയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് കുരിശിൽ വെച്ച് അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു, അമ്മയെ മകനെ ഏൽപ്പിച്ചു കൊടുത്തു, മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ആ അമ്മയെയും കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു യാത്ര അതിനുശേഷം അമ്മയോടൊപ്പമാണ് പാർത്തത്. നമുക്ക് ദൈവം, ആരാണ് ദൈവം? ദൈവത്തിന് നിർവചനം കൊടുത്താൽ എങ്ങനെയിരിക്കും? ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ചത് എന്താണ്? നീ ആരാണ്? നിന്റെ പേരെന്താ? അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ തന്നെയാണ്. എന്താ നമുക്ക് മനസ്സിലാവും? ഒന്നുമില്ല, രഹസ്യമായി തന്നെ നിൽക്കും. യാക്കോബ് മൽപ്പിടുത്തത്തിനുള്ള അവസാനം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പം പറഞ്ഞു, നീ എന്തിനാടാ പേരറിയുന്നത്? നീ അപ്പം തിന്നപ്പോഴേ കുഴി എണ്ണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവനെ അനുഗ്രഹിച്ചിട്ട് വിട്ടു. ദൈവത്തിൻ്റെ നിർവചനം എന്താണ്? ആരാണ് ദൈവത്തിന് നിർവചനം നൽകിയത്? ദൈവത്തിന് നിർവചനം നൽകിയത് യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിലാണ്. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഈ യോഹന്നാൻ ശ്ലീഹ എങ്ങനെയായിരിക്കും ഇത് പഠിച്ചത്? പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന്, അമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ദൈവം ആര് എന്ന് പഠിച്ചു. സമാന്തര സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്, പലതരത്തിലുള്ള വ്യത്യാസം. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞത് ഇതാണ്. അവിടെ അത്ഭുതങ്ങളില്ല, അടയാളങ്ങളേ ഉള്ളൂ. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ, ഒരുപക്ഷെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ്. എന്നാൽ യോഹന്നാൻ എങ്ങനെയാണ് ഈ വചനം സ്വീകരിച്ചത്, ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വീകരിച്ചത്? അമ്മയത് പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ എന്താ ചെയ്തത്? അമ്മ ചെയ്തത് വചനം ബുദ്ധിയിൽ സ്വീകരിക്കുകയല്ല, വചനം മനസ്സിൽ സ്വീകരിക്കുകയല്ല,
വചനം ഓർമ്മയിൽ മാത്രം സൂക്ഷിക്കുകയല്ല, വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു. തൻ്റെ ജീവനോട് ചേർന്ന്, തൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളോട് ചേർത്ത്, ആ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വചനം ധ്യാനിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളല്ല, അടയാളങ്ങളാണുള്ളത്. വചനത്തെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ മറ്റ് സുവിശേഷങ്ങളുള്ളതുപോലെയല്ല. യോഹന്നാൻ്റെ വെളിപ്പെടുത്തൽ, യോഹന്നാൻ്റെ സുവിശേഷം കുറെ കൂടി ആഴമുള്ള സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൻ്റെ ആഴം കണ്ടെത്തുന്നത് ഒരു ബൗദ്ധികമായ അന്വേഷണത്തിൻ്റെ തലത്തിലല്ല, മറിച്ച് ഹൃദയത്തിൽ വെച്ച് സ്നേഹപൂർവ്വം ഈ നമ്മുടെ ജീവനോട് വെച്ച് നീറ്റിയെടുക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ ഉള്ളർത്ഥം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വ്യത്യസ്തമായൊരു തലത്തിൽ എൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥന? പിതാക്കന്മാർ പറയുന്നത്, പുണ്യപിതാക്കന്മാർ പറയുന്നത് സ്വർഗം തുറക്കുന്ന താക്കോലാണ്. സ്വർഗം തുറക്കുന്ന താക്കോൽ. അമ്മ പ്രാർത്ഥിച്ചതുപോലെ മറ്റാരും പ്രാർത്ഥിച്ചിട്ടില്ല. അമ്മ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അമ്മ ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. എന്നാൽ സ്വർഗം തുറപ്പിക്കാനുള്ള വിദ്യ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യോഹന്നാനും സ്വീകരിച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം പിന്നെ 11-12 അധ്യായങ്ങളിലൊക്കെ തുറക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് സ്വർഗം തുറക്കുന്ന താക്കോൽ യോഹന്നാൻ ശ്ലീഹായിക്ക് എന്താണ്? യോഹന്നാൻ ശ്ലീഹായിക്ക് അവസാനം എന്താണ്? അദ്ദേഹത്തെ ബാക്കി ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളായി തീർന്നു. യോഹന്നാനും ഒരു അർത്ഥത്തിൽ രക്തസാക്ഷി തന്നെയാണ്. ആദ്യം അദ്ദേഹത്തെ വറുത്ത് കൊല്ലാനാണ് വിചാരിച്ചത്, പക്ഷേ തിരിച്ചു മറിച്ചു വിട്ടിട്ട് മരിച്ചില്ല. ഉടനെ എന്താണ് ഈ പ്രായാധിക്യത്തിലെത്തിയ യോഹന്നാനെ പ്രസൻ ഐലൻഡിലേക്ക്, പത്മോസ് ദ്വീപിലേക്ക് ഇങ്ങനെ നാടുകടത്തി. അവിടെ എന്താണ്? അനാരോഗ്യം, പ്രായാധിക്യം, രോഗം, വേദനകൾ, ആരും സഹായത്തിനില്ല. ഒറ്റപ്പെടൽ, തീവ്രമായൊരു അനുഭവം. നമ്മുടെ ആത്മീയത അളക്കപ്പെടുന്നത് അവിടെയാണ്, അതിൻ്റെ ഉരകല്ല് അവിടെയാണ്. അപ്പോൾ നാം എന്തു ചെയ്യും? നാം ആശ്വാസത്തിന് വേണ്ടി എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം നിരാശപ്പെട്ട് തളർന്നു വീഴേണ്ട ഒരവസ്ഥയിൽ യോഹന്നാൻ എന്തു ചെയ്തു? തൻ്റെ ചുറ്റും തനിക്ക് സഹായികളില്ല എന്ന് കണ്ടപ്പോൾ, തന്നോട് ചേർന്ന് നിൽക്കാൻ ആളുകളില്ല എന്ന് കണ്ടപ്പോൾ സ്വർഗം തുറപ്പിച്ച് സ്വർഗം കണ്ടു. അതാണ് സ്വർഗം കണ്ടാൽ പിന്നെ ഭൂമി കാണേണ്ട കാര്യമുണ്ടോ? അതാണ് സ്വർഗം കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ കണ്ടെത്തുന്നതെല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് കരുതി അതിൻ്റെ പുറകെ ഓടി നടക്കുന്നതാണ്. തങ്കം വിട്ടിട്ട് ഈ തീ കോരിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സ്വർഗം തുറക്കപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ്റെ മുഖത്തുള്ള തേജസ്. ചിലരുടെ സൗന്ദര്യവും തേജസ്സും കണ്ടത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് തീർച്ചയായും ദൈവത്തിൻ്റെ പ്രതിച്ഛായ കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ കണ്ടെത്തുന്ന സമ്പത്തായാം, ഈ ലോകത്തിൽ നമ്മളൊക്കെ പലതരത്തിലുള്ള ആസക്തികളോ ആർത്തികളോ ഒക്കെ ഉണ്ടാകാം, താല്പര്യങ്ങളുണ്ടാവാം. സ്വർഗീയ ദർശനം ഉണ്ടാകാത്തത് കൊണ്ടാണ്. സ്വർഗം കണ്ടവനറിയാം ഈ ഭൂമിയുടെ വില എന്താണെന്ന്. ഒട്ടും വിലയില്ലെന്നുള്ളതല്ല, ഇതെല്ലാം സ്വർഗത്തിൻ്റെ സമ്മാനം മാത്രമാണ്. ഇത് നമ്മുടെ ഒരു സമ്പത്തല്ല. സ്വർഗം ഇതല്ല നമ്മുടെ ലക്ഷ്യം. സ്വർഗം കണ്ടവൻ, അതുകൊണ്ടാണ് പറയുന്നത് നിത്യതയെ പറ്റിയുള്ളൊരു വെളിച്ചം ഉൾക്കൊള്ളണമെന്ന് പറയുന്നത്. ആ ഒരു വെളിച്ചം പരിശുദ്ധ അമ്മ യോഹന്നാൻ ശ്ലീഹായ്ക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഈ സ്വർഗം തുറക്കാനുള്ള മാർഗം മനസ്സിലായി. അപ്പോൾ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സ്വർഗം കണ്ടവന് ഇങ്ങനെ ഈ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് തളർന്നു വീണത് അവിടെ. അതാണ് ആ ഒരു വെളിച്ചം. അതാണ് ഈ 1000 സൂര്യനേക്കാൾ വലിയ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നോക്കി നിൽക്കുക സാധ്യമല്ല. ആ ഒരു വെളിച്ചത്തിൽ നാം ഒരു ലഹരിയായി നമ്മൾ അലിഞ്ഞു ചേരുകയാണ്. അതാണ്
അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ അമ്മ അനുഭവത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത്. അതാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചകൾക്കപ്പുറത്ത് സ്വർഗത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ കണ്ടെത്താൻ, അങ്ങനെ ഒരു ഉൾക്കണ്ണുകൾ തുറക്കപ്പെടാൻ സാധിക്കുന്ന ആ ഒരു ദർശനത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ അമ്മ നമുക്ക് നൽകുന്ന, അമ്മ അനുഭവം നൽകുന്ന നിത്യതയെപ്പറ്റിയുള്ളൊരു വെളിച്ചം നമുക്ക് നൽകുന്നു. നമ്മുടെയൊക്കെ അമ്മയ്ക്ക് 84 വയസ്സുള്ളവർ മരിച്ചുപോയി. ഇപ്പോഴും അമ്മയെപ്പറ്റി ഓർമ്മകളുണ്ട്. ആ അമ്മ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു പ്രോത്സാഹനവും നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന അനുഭവമാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മ നിത്യമായി നമ്മുടെ അമ്മയായി ഉണ്ട്. അതുകൊണ്ട് എനിക്കാരുമില്ല എന്ന് പോഷത്വമാരും പറയരുത്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യക്ക് പോവുകയാണെന്ന് പറയരുത്, ഞാൻ വീട് വിട്ടു പോവുകയാണെന്ന് പറയരുത്, ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. നമുക്ക് ഒരമ്മയുണ്ട്. ആ അമ്മയ്ക്ക് എന്താണ്? അമ്മയുടെ സ്നേഹം എങ്ങനെ? അമ്മയുടെ മടിത്തട്ട് നമുക്കുണ്ട്. അമ്മയുടെ ഹൃദയത്തിൽ നമുക്കിടമുണ്ട്. അമ്മയുടെ ഹൃദയത്തിന് ഇടമുണ്ട്. നമ്മൾക്ക് കൊച്ചു കുട്ടികൾ, ആ കൊച്ചു കുട്ടികളുടെ മനസ്സാണ് ഇപ്പോഴും നല്ലത്. കൊച്ചു കുട്ടികൾ ഭയപ്പെട്ടാൽ എന്താ ചെയ്യുന്നത്? അവർ ഓടിപ്പോയി, അമ്മയ്ക്ക് എന്തോ ബലമുണ്ട്? ഒന്നുമില്ലല്ലോ. അല്ലേ? എത്ര കായിക ബലമുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ടായാലും നാം ഭയപ്പെട്ട് ഓടിച്ചെല്ലുന്നത് എന്താണ്? അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. അവിടെ ഒരു സുരക്ഷിത ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യണം, എൻ്റെ മക്കള് അവിടെ ഇവിടെ അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല, എൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ടതാണ്, എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. അതാണ് വിമല ഹൃദയം. നമുക്ക് വലിയൊരു സങ്കേതമാണ്, വലിയ സങ്കേതമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നമുക്കിടം എത്രയും കാണും, അതിനൊക്കെ പരിമിതിയുണ്ട്. മറ്റൊത്തിരി കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പം നമുക്ക് ഈ ഒരു പെട്ടിയിൽ നിറയ്ക്കാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എന്നാൽ സ്നേഹത്തിന് അങ്ങനെ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഹൃദയം അങ്ങ് തുറക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തോളം വിശാലമായി തീരുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇടമുണ്ട്. മക്കളെ, നിങ്ങൾ അവിടെ ഇവിടെയും പോകരുത്, അവൻ്റെ ഇവൻ്റെയും കയ്യിൽ പോയി പെടരുത്. അതുകൊണ്ട് പിശാചിന് കടന്നു വരാൻ സാധിക്കാത്ത, ശത്രുവിന് കടന്നു വരാൻ സാധിക്കാത്ത, ഈ ദുഷ്ടന് കടന്നു വരാൻ സാധിക്കാത്ത ഒരു ഭവനം നിനക്കുണ്ട്. സുരക്ഷിതമായ ഒരു ഭവനം ഉണ്ട്. അതെൻ്റെ ഹൃദയമാണ്. ഈ അമ്മ, എൻ്റെ അമ്മ, ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്കോരോരുത്തർക്കും ഇടമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അമ്മയുടെ ഹൃദയമാകുന്ന ആ ഒരാലയത്തിൽ ഇടം കണ്ടെത്തുന്ന നമ്മൾ മത്സരിക്കുമോ? ഇല്ല. നമ്മളെന്താണ്? നമുക്കവിടെ ഒരു തിരക്കുമില്ല. നമ്മളെല്ലാം ഒന്നിച്ച് ആ അമ്മയുടെ മക്കളായി തീരുന്നത് ഏതെങ്കിലും പെരുന്നാൾ ആഘോഷത്തിൽ സംബന്ധിക്കുമ്പോഴല്ല, ഏതെങ്കിലും ബഹളങ്ങളിൽ സംബന്ധിക്കുമ്പോഴല്ല, അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം എല്ലാം ഒന്നിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാം അമ്മയുടെ മക്കളായി രൂപപ്പെടുന്നത് എന്ന് ഓർമ്മിക്കണം.